ഹലോ വിവോസ്, ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ലോങ് ടൈം ഹോൾഡിങ്ങിൽ നമുക്ക് സ്റ്റോക്കുകളൊക്കെ എങ്ങനെ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ട്രേഡുകൾ പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എടുത്തിരിക്കുന്നത് ഇതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ട്. അദാനി പോർട്ടിൻ്റെയാണ്. നമുക്ക് ഈ ഒരു ട്രേഡ് വന്ന് കിടക്കുന്ന 1/4, അതായത് ഏപ്രിൽ 1-ാം തീയതി വന്ന ട്രേഡാണ്. അതിപ്പോഴും ഇത് കണ്ടിന്യൂഷനിലാണ്. അപ്പോൾ ഇത് ഇന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് ഡേറ്റ് 28-ാം തീയതിയാണ്. അപ്പോൾ ഇന്നലെ വരെ മാർക്കറ്റ് ആ ഒരു അപ് ട്രെൻഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രേഡുകൾ നമുക്ക് എങ്ങനെ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോക്കുകൾ ആദ്യം സെലക്ട് ചെയ്യാം. നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ മേജറായിട്ടുള്ള സ്റ്റോക്കുകൾ അവൈലബിൾ ആണ്. അതിൽ നമ്മൾ ഇതിന് സോഫ്റ്റ്വെയറിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. അപ്പം നമുക്ക് സിഗ്നൽ വരുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും. ലോങ് ടൈം ഷോർട്ട് ടൈം ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതനുസരിച്ച് ടൈം ഫ്രെയിം സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാനോ ഒരു ഫ്രീ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. അപ്പം 1/4 വന്ന ട്രേഡ് നമുക്ക് കൺഫേം ആയെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സിഗ്നൽ വരുമ്പോൾ അത് കൺഫേം ആണെങ്കിൽ മാത്രമേ എൻട്രി എടുക്കുക. സിഗ്നൽ വന്ന് ബൈ എൻട്രി വന്ന ശേഷം പ്രൈസ് ഇവിടെ ബൈ സോണും അതുപോലെ ആരോടെ താഴ്ത്തി ബാർ കണ്ട ആ ഒരു ബാർ എന്തായിരിക്കണം, ഗ്രീൻ ആയിരിക്കണം. ഇൻ കേസ് അവിടെ ഗ്രീൻ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു 3-4 ക്യാൻഡിൽ ശേഷം കൺഫർമേഷൻ വരുവാണെങ്കിൽ എടുത്തേച്ചാൽ മതി. ഈ ഒരു ട്രേഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ബൈ വന്ന ശേഷം കൺഫർമേഷൻ വന്നില്ലായിരുന്നു. കാരണം അതിൻ്റെ കറക്റ്റായിട്ട് ആ സൈഡ് വേ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. ക്യാൻഡിൽ ചേഞ്ചസ് സൈഡ് വേ ഇൻഡിക്കേഷൻ ആണ്. അതിനുശേഷം നമുക്ക് കൺഫർമേഷൻ കിട്ടിയ ലെവലിൽ നിന്നാണ് മാർക്കറ്റ് കയറിയത്. ഇതിക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വീക്ക് ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രെൻഡ് പിന്നെയും കണ്ടിന്യൂ ചെയ്ത് പോവാണ്. അതുപോലെ തന്നെ നമ്മളൊരു ട്രേഡ് എടുത്ത ശേഷം ടാർഗറ്റ് എല്ലാം എൻട്രി പോയിന്റ് വരുമ്പോൾ തന്നെ ടാർഗറ്റ് എല്ലാം താഴ്ത്ത് വരും കേട്ടോ. ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് എല്ലാം വരും. അതുപോലെ സിഗ്നൽ വരുമ്പോൾ നമുക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷൻ മെസ്സേജ് വഴി സോഫ്റ്റ്വെയർ കാണിച്ചു തരും എൻട്രി വന്നു എന്നുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് ഇതേപോലെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന മാർക്കറ്റിൽ റീ എൻട്രിയിൽ നമുക്ക് ബൈ ചെയ്തിട്ട് എഗൈൻ ഈ സ്റ്റോക്കിനെ ബൈ ചെയ്യുക. എപ്പോഴാണെന്നില്ല വെറുതെ കയറി ബൈ ചെയ്യല്. മാർക്കറ്റ് പിന്നെ അതിൻ്റെ അടുത്തൊരു റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, റെഡ് സ്റ്റാർ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യുന്ന ലെവൽ വെച്ച് നിങ്ങൾക്ക് എഗൈൻ ഈ സ്റ്റോക്കിനെ ബൈ ചെയ്തിടാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ലേൺ ചെയ്യാവുന്ന ഒരു സ്ട്രാറ്റജി. സോഫ്റ്റ്വെയർ ആണെങ്കിൽ വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.